കാട്ടാന മലപ്പുറത്ത് കിണറ്റിൽ വീണ വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് ആദ്യം എത്തിയത്. ഊർങ്ങാട്ടിരി എന്ന് പറയുന്ന പ്രദേശത്താണ് കാട്ടാന കിണറ്റിൽ വീണത്. ഏതായാലും അതിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞതിന് ശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്വാലിഹാണ് നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സ്വാലി, ഊർങ്ങാട്ടിരിയിലാണ് കർഷകന്റെ വീട്ടിലെ കിണറ്റിൽ, കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീണത്. ഇതിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനോ, കരകയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനം വകുപ്പും പോലീസും എല്ലാം ചേർന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 1 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. വെറ്റിലപ്പാറ, ഊർങ്ങാട്ടിരി പഞ്ചായത്തിലുള്ള വെറ്റിലപ്പാറ ഓടക്കയം എന്ന സ്ഥലത്ത് അട്ടറമാക്കൽ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറാണിത്. ഏതാണ്ട് 25 അടി താഴ്ച ഈ കിണറിനുണ്ട്. ആൾമറയില്ലാത്ത കിണർ കൂടിയാണ്. 1 മണിക്ക് വലിയ ശബ്ദം കേട്ടാണ് ടോർച്ചുമായി എത്തി പരിശോധിച്ചത്. ഈ പ്രദേശത്ത് കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങുന്നതൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു ജാഗ്രതയിലായിരുന്നു. ഈ ശബ്ദം കേട്ടതിനെ തുടർന്ന് വന്ന് പരിശോധിച്ചപ്പോഴാണ് കാട്ടാന കിണറ്റിൽ വീണതായി കാണുന്നത്. ഉടനെ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം പുലർച്ചെ തന്നെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ കരകയറ്റണമെങ്കിൽ JCB ഒക്കെ എത്തിച്ച് മണ്ണ് മാറ്റേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. മനു, തീർച്ചയായും വളരെ വേഗത്തിൽ കരകയറ്റാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണോ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത്? തീർച്ചയായും വലിയ താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 25 അടി താഴ്ച ഈ കിണറിനുണ്ട്. അതിലേക്ക് സ്ലോപ്പായി ഒരു വഴി ഉണ്ടാക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായി വനം വകുപ്പ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള സ്ഥലമൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്നാൽ പോലും ഒരു 2 മണിക്കൂറെങ്കിലും സമയം ഏറ്റവും കുറഞ്ഞത് ഇതിനെ കരകയറ്റാൻ എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആളുകളെയൊക്കെ ഇത് കാണാനൊക്കെ ആളുകൾ എത്തുന്നതൊക്കെ പോലീസ് ഇപ്പോൾ നിയന്ത്രിക്കുന്നുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന, ഊർങ്ങാട്ടിരി പഞ്ചായത്ത് വനമേഖലയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നിലമ്പൂർ ബെൽറ്റിൽ വരുന്ന ഭാഗം കൂടിയാണ്. ഈ കാട്ടാനകളുടെയൊക്കെ ശല്യം, പതിവ് സാന്നിധ്യമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നതും. മനു, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആന കിണറ്റിൽ വീണിട്ടുണ്ടെങ്കിൽ മറ്റ് ആനകൾ ഈ പ്രദേശത്തൊക്കെ തമ്പടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കാട്ടാനക്കൂട്ടം ഉണ്ടോ ആ പ്രദേശത്ത്? അങ്ങനെ എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടോ? നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ്. കാരണം ഒരു ഒറ്റയാൻ ഈ ഭാഗത്ത് നിരന്തരമായി ശല്യം ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു. ആ ആനയാണ് ഇത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഈ പ്രദേശത്തുള്ളവർ ഇതിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കൂടെ മറ്റ് ആനകൾ ഇല്ലായിരുന്നു. ഏതാണ്ട് ആഴ്ചയോളമായി ഈ പ്രദേശത്ത് ഈ ആന പല ഭാഗത്തായി കൃഷിനാശമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ഈ ആനയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ആനകളുടെ സാന്നിധ്യം പരിസരത്ത് ഇല്ല എന്നാണ് വനം വകുപ്പും ഇപ്പോൾ പറയുന്നത്. മനു, ഏതായാലും മറ്റ് അപകടങ്ങളൊന്നും ആനയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വീണത്. ആ രീതിയിൽ പ്രശ്നങ്ങൾ വല്ലതും ഇപ്പോൾ തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വനംവകുപ്പ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആനയ്ക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. 25 അടി താഴ്ചയുണ്ടെങ്കിലും ആന നേരെ അതിലേക്ക് ഊർന്നുപോയ നിലയിലാണ്. അതിന് അകത്ത് നിൽക്കുകയാണ്. തുമ്പിക്കൈ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആന ചെറുതായി അനങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു അപകടങ്ങൾ, ജീവന് ഭീഷണിയുള്ള സാഹചര്യമൊന്നും നിലവിലില്ല എന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. മനു, ഏതായാലും ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടുന്ന് തത്സമയം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഇത് പുലർച്ചെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നതേ ഉള്ളൂ. മലപ്പുറത്തു നിന്നൊക്കെ കുറച്ച് അധികം ദൂരമുണ്ട്. ഈ അരീക്കോട് ഭാഗത്താണ് ഊർങ്ങാട്ടിരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്കതിൻ്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയും, തത്സമയ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആനയെ കരകയറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.